പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേള ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഇന്ന് അങ്ങയുടെ തിരുസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈ ശുശ്രൂഷ കൂടിക്കൊണ്ട് ഇറങ്ങുന്ന എല്ലാ മക്കൾക്കും ദൈവമേ, ഇന്നലത്തേക്കാൾ കൂടുതൽ സന്ധിപ്പും ഇന്നലത്തേക്കാൾ കൂടുതൽ വിടുതലും, ഇന്നലെ അവർ എന്ത് അവസ്ഥയിലാണ് അവസാനിച്ചത്, ഏത് വിഷയമാണ് നടക്കാതിരുന്നത്, ഏത് വിഷയമാണ് മാറ്റിവെക്കേണ്ടി വന്നത്, ഏത് വിഷയത്തിനാണ് ഒരു ഉത്തരം കിട്ടാവുന്നത്, ആ വിഷയങ്ങളെല്ലാം ഇന്നത്തെ ദിവസം ഈ വെള്ളിയാഴ്ച മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രത്യേകമായി ഏറ്റെടുത്തുകൊണ്ട് ഈ വീക്ക് അവസാനിക്കുന്നതിനുള്ളിൽ നിൻ്റെ ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിൻ്റെ യാത്രകളെ ആസ്വദിക്കുന്നു, നിൻ്റെ സംസാരങ്ങളെ ആസ്വദിക്കുന്നു, നിൻ്റെ ഇടപാടുകളെ ആശീർവദിക്കുന്നു, നിൻ്റെ ഇടപഴകലുകളെ ആശീർവദിക്കുന്നു. കർത്താവെ, ഈ മക്കളെ അങ്ങനെ സമർപ്പിച്ചുകൊണ്ട് ആശീർവാദത്തിനായി തലക്കുമ്പിട്ട് നിൽക്കുന്നു. കർത്താവ്, അങ്ങയുടെ മക്കൾ ഇന്ന് കടന്നു പോകുന്ന എല്ലാ വഴികളിലും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതൻ അയക്കുമെന്ന് ആലോചിച്ച കർത്താവിൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെ വരികയും ഓരോ ദിവസവും ഓരോ പുതിയ അനുഭവങ്ങളെ കൊണ്ട് കർത്താവെ
പുതിയ സ്നേഹത്താൽ ഞങ്ങളെ അനുദിനം സ്നേഹിച്ചുയർത്തി വളർത്തുന്ന കർത്താവിൻ്റെ നാമത്തിൽ സ്വസ്ഥം ചെയ്തുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഓരോ അനുഭവവും ഓരോ വിഷയവും നിനക്കൊരു ദൈവ അനുഭവമാകാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. അതായത് പലപ്പോഴും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതേ, നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രശ്നങ്ങളിൽ നമ്മളെ കക്ഷിയാകും. അപ്പോൾ നമ്മൾക്ക് ഭയങ്കര പൊട്ടിത്തെറിയും മൂഡ് സ്വിങ്സും ഒക്കെ ഉണ്ടാകും. നമ്മുടെ പ്രശ്നത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കും. എന്ന് വെച്ചാൽ ആ പ്രശ്നവും ദൈവവചനവും തമ്മിൽ എന്തുമാത്രമാണ് ടാലി ആകണത്, സിങ്ക് ആകണമെന്ന് നോക്കിയിട്ട് മറിയത്തെ പോലെ ഹൃദയത്തെ സംഗ്രഹിച്ചു കൊണ്ടിരിക്കുക. അതായത് വിഷയത്തെ കക്ഷിയല്ലാതിരിക്കാനുള്ള ഒരു നിലപാടാണ് മറിയോ എന്ന് പറയുന്നത്. എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ അവരെ പെറ്റ് കിടക്കണേ, അവരാദ്യമായി അവർ പെറ്റ് കിടക്കുകയാണ് ഇവിടെ പച്ചപ്പാതിലേക്ക്. 10 മനുഷ്യർ കാണാനില്ല ബെത്ലഹേമിൽ, മഞ്ഞത്ത് വലിയ തുണി, ആവശ്യത്തിന് മാത്രമേ ക്ലോത്ത് പോലും ഉള്ളൂ. അപ്പം അവിടെ കിടന്ന് ഇടയന്മാർ പ്രാകൃതന്മാരൊക്കെ വന്നിച്ച് പോകുമ്പോഴും ഇവർ പറഞ്ഞ ഹൃദയത്തെ സംഗ്രഹിച്ച വലിയ കഠോരമായ പ്രശ്നങ്ങളിലെ ആ പ്രശ്നങ്ങളിൽ അവർ കക്ഷിയല്ല. അതാണ് സാർ നമ്മുടെ പ്രശ്നങ്ങളെന്ന് പറയുന്നത്, നമ്മൾ പ്രശ്നങ്ങളിൽ കക്ഷിയാകുന്നതുകൊണ്ടാണ്. അതെന്ത് അമ്മ എന്ത് ചെയ്തു? അപ്പം ഹൃദയത്തെ സംഗ്രഹിച്ചത്. ആ ഭാഗം ഒന്ന് വായിച്ചേ, ലൂക്കാന്റെ സുവിശേഷം 2:19. മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പം ആ വിഷയത്തിൽ അവര് അല്ല അത് ഘടിപ്പിക്കണത്. എനിക്കിങ്ങനെ ആയല്ലോ, ഞാനിങ്ങനെ വഴിയേറി പ്രസവിക്കേണ്ടി വന്നല്ലോ, സമയത്ത് ഭക്ഷണം പോലും കിട്ടണില്ലല്ലോ, ഇങ്ങനെ അതിലല്ല സംഭവം. അവർ ഈ വിഷയം ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ് ഹൃദയം. അതാത് കാലത്തുണ്ടാകുന്ന പ്രശ്നങ്ങളെ അമ്മ നമ്മളതിൻ്റെ അകത്ത് കക്ഷി ചേർക്കുകയല്ല ചെയ്യണത്, വചനത്തെ കക്ഷി ചേർക്കുകയാണ് ചെയ്യണത്. വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ്, പെർട്ടിക്കുലർ എക്സ്പീരിയൻസിനെ ഇപ്പം വചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുമായിട്ട് ഈ എക്സ്പീരിയൻസ് സിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മറിയം ഓക്കെയാണ്. ഇപ്പോൾ തന്നെ എന്താണ് ഹൃദയത്തിൽ, ഇപ്പോൾ 2:19 എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നല്ലേ പറയണത്. അറിയാം ആ ഒരു ദൈന്യതയും ആ ഒരു ഓഫണ സിറ്റുവേഷനും ആ അബാൻഡൻനെസ്സും ആ തള്ളിക്കളഞ്ഞ അവസ്ഥയെല്ലാം ഹൃദയത്തിലേക്ക് സംഗ്രഹിച്ചു. ഹൃദയം എന്താണ്? വചനത്തിൻ്റെ സ്രോതസ് കുടീരമാണ്. ഹൃദയത്തിൽ നമ്മൾ പഠിച്ചതും വായിച്ചതും കേട്ടതും ആ വചനങ്ങൾ അങ്ങനെ ഇരിക്കുകയല്ലേ. അതാ സങ്കീർത്തനം 40:8 എന്താ പറയണേ? ഹൃദയത്തിൻ്റെ വചനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. എൻ്റെ ദൈവമേ അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അത് എന്നെ കണ്ട സന്തോഷമായിട്ട് ആ വിഷയം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത് സന്തോഷമായിട്ട് മറിയത്തെ കൺവേർട്ട് ചെയ്തെടുക്കണം നോക്കി. എങ്ങനെ? എൻ്റെ സന്തോഷം. അടുത്ത വചനം എന്താ? അങ്ങയുടെ നിയമം, അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തിലുണ്ട്. വെച്ചാൽ നമ്മൾ കേട്ടതും പറഞ്ഞതുമായിട്ടുള്ള വചനങ്ങൾ, പഠിച്ച വചനങ്ങളെല്ലാം ഹൃദയത്തിലുണ്ടാവും. നമുക്കൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ വചനത്തിൽ അതിനെക്കുറിച്ച് എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ മറിയം അതിനെ സിങ്ക് ചെയ്ത് നോക്കും. അപ്പം ടാലി ആകണമെന്നുണ്ടെങ്കിൽ മറിയത്തിന് സന്തോഷം ഉണ്ടാവും. ഏറ്റവും ദൈന്യമായിട്ടുള്ള അവസ്ഥകളിൽ സന്തോഷം ഉണ്ടാകാൻ വേണ്ടി ഒരു മരിയൻ ടെക്നിക്കാണ്. എന്താ സംഭവം? ഹൃദയത്തിൽ സംഗ്രഹിക്കുക. മനസ്സിലായ? എന്നുവെച്ചാൽ നീ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് വചനം എന്ത് പറയുന്നു? വചനം പറയുന്നത് നീ അനുഭവിക്കുന്നത് തമ്മിൽ ഒക്കെയാണെങ്കിൽ ദൈവം ഒക്കെയാണ്, നീ ഒക്കെയാണ്. അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നീ കീഴ്പ്പെടുന്നതനുസരിച്ച് കൊണ്ട് ഞാൻ നേരത്തെ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള ക്രോണോളജിക്കൽ ഗ്രോത്ത് ആനുപാതികമായിട്ട് ഫെയ്ത്ത് ഗ്രോത്ത്, വിശ്വാസ വളർച്ച ഉണ്ടാകും. ഓക്കെ അല്ലേ? താങ്ക് യു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എല്ലാവരും ഭക്തിയോടെ പ്രാർത്ഥന. വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള പ്രകൃതി നിയമം ഒഴുക്കിനെ തടയാതിരിക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ ഒഴുക്കിനുള്ള ഒരു പ്രകൃതി നിയമം എന്താ? അവിടെ മാനുഷികമായ ഇടപെടൽ ഒഴുക്കിനെ തടയാതിരിക്കുക. ഇപ്പം മദ്രാസിലൊക്കെ വെള്ളപ്പൊക്കം വന്നപ്പോൾ അതിൻ്റെ പഴയ മദ്രാസ് പട്ടണത്തിൻ്റെ പഴയ ബ്ലൂ പ്രിൻറ്റിൽ ഒത്തിരിയേറെ അരുവികളും പുഴകളും ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. പിന്നീട് വേനൽക്കാലം വന്നപ്പോൾ ആൾക്കാർ വെള്ളം ഒഴുക്കിനെക്കുറിച്ച് മറന്നു.
അവിടെ എല്ലാം വീട് വെച്ചു. പിന്നീട് വർഷം വന്നപ്പോൾ, മഴ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം ഒഴുകണ സ്ഥലത്ത് കൂടി വെള്ളം ഒഴുകി പോയപ്പോൾ തടസ്സമുള്ളത് കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായി. അതാണ്ട് ഇതുപോലെ തന്നെ ഉടമ്പടിക്കൊരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്. ആ സ്വാഭാവികമായ ഉടമ്പടി ഒഴുക്കിന് അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അപ്പം എന്താ സംഭവിക്കുന്നത്? ബാക്കി ഇതിൻ്റെ അകത്തുള്ള നമുക്ക് കൃപാസനത്തിൽ മരിയൻ ഉടമ്പടിക്ക് റിസ്ക് ഇല്ലാത്തത് എന്താണെന്നറിയാമോ? റിസ്ക് ഇല്ലാത്തതിന് കാരണം ഇപ്പോൾ പല വിഷയങ്ങൾ, ഇപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സാക്ഷ്യത്തിൽ ഒരു പ്രൊഫസറാണ്, പ്രൊഫസർ ടോയ് തോമസ്. അപ്പം അദ്ദേഹത്തിൻ്റെ വൈഫിനാണ് അസുഖം ക്യാൻസറാണ്. അതിവിടെ വന്ന് ഉടമ്പടി ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അച്ഛനെ കണ്ടു. പിന്നെ കാര്യമായ ഒരു ഭേദം ഈ രോഗത്തിനുണ്ടാകുന്നുണ്ട്. അപ്പോൾ വീണ്ടും അവർ ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് പറഞ്ഞു 90 പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് 90 ദിവസം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ അവിടെ കാണാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് അവർ പറഞ്ഞ് മടക്കി വിട്ടു. അത് കറക്റ്റായ കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കാണണമെങ്കിൽ കാര്യം ഉടമ്പടി എന്ന് പറയണത് അച്ഛനെ കാണുന്നതല്ല പ്രശ്നം, അവൻ പറയണത് പോലെ ചെയ്ത് ജീവിക്കുന്ന വിഷയമാണ്. അവിടെ അച്ഛനെ കാണുന്നൊരു വിഷയം അവിടെ ഇതിൻ്റെ ഇല്ല. പിന്നെ എമർജൻസി ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നതേ ഉള്ളൂ. ഉടമ്പടിയുടെ ഒഴുക്കെന്ന് പറയണത് അവൻ പറയണത് പോലെ ദൈവസ്നേഹത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്യണമെന്നേ ഉള്ളൂ, ചെയ്ത് ജീവിക്കുക, അത്രേ ഉള്ളൂ. അല്ലാതെ എൻ്റെ സ്വാഭാവികമായ ഒഴുക്ക് അതാണ്. സ്വാഭാവികം നമുക്ക് റിസ്ക് ഇല്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, അപ്പോൾ എല്ലാ കാര്യത്തിനും ഒരു റിസ്ക് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു വ്യവസായം തുടങ്ങിയാൽ പോലും ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ്? അതിൻ്റെ മാർക്കറ്റിംഗാണ് റിസ്ക്. ഏറ്റവും കൂടുതൽ പ്രയാസമുള്ളത് അതിൻ്റെ മാർക്കറ്റിംഗാണ്. മാർക്കറ്റിംഗ് നടന്നാൽ തന്നെ ബില്ല് പാസ്സായി നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നവരെ റിസ്ക് ഇങ്ങനെ കണ്ടിരിക്കും. ഉടമ്പടിക്ക് റിസ്ക് ഇല്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ദൈവ സംവിധാനമാണ്. അതാണ് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഉടമ്പടിയെക്കുറിച്ചുള്ള ഫസ്റ്റ് ഹാൻഡ് നോളജ്, പ്രൈമറി നോളജ് എന്താണ്. അതൊരു ബിബ്ലിക്കൽ കോൺസെപ്റ്റാണ് കവനൻ്റ്, ദാറ്റ്സ് ഓക്കെ, ക്ലിയർ. പക്ഷേ കൃപാസനത്തിൽ ഉടമ്പടി വന്നിരിക്കുന്നതിൻ്റെ കാരണം മാതാവിൻ്റെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ട് 2004 ഡിസംബർ 7 ദുരന്തമുണ്ടാകാൻ പോണ് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ തിരുമനസ്സുണ്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അതിൻ്റെ ഉത്തരമാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതാണ് പ്രാർത്ഥന. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. ഉടമ്പടി എടുത്ത് പറയുമ്പോൾ ദൈവവും നമ്മളും തമ്മിൽ ഒരു ബയലാറ്ററൽ എഗ്രിമെൻറ്റിൽ വിശുദ്ധീകരിച്ചും ശക്തീകരിച്ചും കൊണ്ട് ഇരിക്കുന്ന ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥിക്കാനുള്ള സ്വാഭാവികമായ ഒരു റൈറ്റുണ്ട്. അതിൻ്റെ ഒരു എഫിക്കഷ്യസ് ആയിട്ടുള്ള പ്രെയറാണത്, ഫലപ്രദമായ രീതിയിലുള്ള പ്രാർത്ഥന. നമുക്ക് എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം, പക്ഷെ കേൾക്കണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ ഉടമ്പടിയിൽ കേട്ടേ മതിയാകത്തുള്ളൂ. എന്താ കാര്യം? അത് ഉടമ്പടി പ്രകാരമാണ് നമ്മൾ അതിൻ്റെ അകത്ത് ദൈവമായിട്ട് ഇൻട്രാക്ട് ചെയ്യണത്. ദൈവം കാര്യം ഉടമ്പടി എന്തിനെ ബേസ് ചെയ്ത് നിൽക്കണതാണ്? ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ അല്ല. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് പ്രാർത്ഥിക്കണമല്ല. ഉടമ്പടി വിശ്വാസത്തെ അല്ല അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഉടമ്പടി വിശ്വാസം അതിലുണ്ട്, തീർച്ചയായിട്ടും. കറണ്ടില്ലാതെ ഫാൻ കറങ്ങത്തില്ലല്ലോ, വിശ്വാസം അതിലുണ്ട്. പക്ഷേ ഇതിൻ്റെ മെക്കാനിസം എന്ന് പറയണത് എന്താണ്? അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആരുടെ സബ്ജക്റ്റാണ്? നമ്മുടെ സബ്ജക്റ്റ് അല്ല. ജോസഫ് അച്ഛൻ വല്ല മെമ്മോറാണ്ടം കൊടുത്തിട്ടാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത്? ഇല്ല. അതാണ് വിഷയം. അതെപ്പോഴും നിങ്ങൾ അതിനെക്കുറിച്ച് എൻ്റെ ലളിതമായ വശങ്ങളെ ലളിതമായിട്ട് മനസ്സിലാക്കണം. ഇത് മുഴുവൻ റിസ്ക് കവർ ചെയ്യണ ദൈവത്തിൻ്റെതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഉടമ്പടി ഒരു സ്വാഭാവികമായ ഒഴുക്കാണ്. അതിൻ്റെ ഒഴുക്കിനകത്ത് നിങ്ങൾ ഒഴുകിയാൽ മതി, ബാക്കി ചെയ്യേണ്ടതെല്ലാം കർത്താവ്. റിസ്ക് നമുക്കില്ല അതിൻ്റെ അത്. എന്താ കാര്യം? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ത്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ ഏറ്റെടുക്കുക എന്നുള്ളത്. എന്തിനാണ്? സഭ മാതാവിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ മാതാവിൻ്റെ മാതൃക അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് ഏറ്റവും കൂടുതലുള്ളത് കത്തോലിക്ക സഭയിലാണ്. അത് നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഇത്രയും പ്രത്യക്ഷീകരണങ്ങളെല്ലാം ലൂർദ്, ഫാത്തിമ,
മജ്ജിഗോറ, ഈ പ്രത്യക്ഷീകരണം എല്ലാം വരണ കാത്തലിക് മേഖലയിലാണ് വരണത്. കാര്യം അമ്മ ഒരു വിഷയം സഭയോട് പറഞ്ഞാൽ അമ്മയെ വിശ്വസിക്കുകയും അമ്മയെ മധ്യസ്ഥയായിട്ട്, പ്രധാന മധ്യസ്ഥയായിട്ട്, മധ്യസ്ഥന്മാർ ഒത്തിരി പേരുണ്ട് നമുക്ക്, വിശുദ്ധന്മാരെല്ലാം മധ്യസ്ഥന്മാരാണ്. ശരിക്കും നമുക്ക് തന്നെ മധ്യസ്ഥം വഹിക്കാം. വിശുദ്ധിയും മെനയുള്ളവരാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും ദൈവം മധ്യസ്ഥമായിട്ട് കേൾക്കും. പക്ഷേ അമ്മ ഇവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിലുള്ള ഏകമധ്യത്തിന് യേശുക്രിസ്തുവാണ്. പക്ഷേ മാനുഷികമായ കാര്യങ്ങൾക്കുള്ള, രക്ഷാകരമായ കാര്യമല്ല, മാനുഷ്യമായ കാര്യങ്ങളില്ലേ, നമുക്ക് വീടില്ല, ജോലിയില്ല, വിവാഹം ഒക്കണില്ല, മക്കളില്ല, രോഗമാണ്, ഇതൊക്കെ മാനുഷിക കാര്യമല്ലേ. ഏകരക്ഷകൻ എന്ന കൺസെപ്റ്റ് ഈ മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് നടത്തിയ ദേശമാണ്. അതിന് ഒരു കോംപ്രമൈസും ഇല്ലത്. കർത്താവില്ല, വേറെ ആരും അവിടെ ഇല്ല. ആ സ്പേസിൽ ഏകരക്ഷകനായിട്ട് ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറിയത്തിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ മാനുഷിക ആവശ്യങ്ങളുടെ മേലെ, പ്രത്യേകിച്ച് വേറെ ഒത്തിരിയേറെ മറിയൻ റാങ്കുകളുണ്ടെങ്കിലും സുവിശേഷം തുറക്കപ്പെടുന്നത് അവർക്ക് വീഞ്ഞില്ല എന്ന് അസമയത്ത് പോലും ഈശോൻ്റെ മുമ്പിൽ ആധികാരികമായിട്ട് പറഞ്ഞ് അതിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ദൈവം നിശ്ചയിച്ചിരിക്കുന്നതാണ്. അമ്മ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, ഞങ്ങളിൽ വീഞ്ഞു തീരും മുൻപേ ഓടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ, നമ്മുടെ വീഴ്ചകളിൽ തേടിയെത്തും അമ്മ. അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, അമ്മേ ആശ്രയമേ, അമ്മേ ശാശ്വതമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ, മക്കളാം ഞങ്ങൾക്കെന്ന് ആനന്ദമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ രണ്ട് പോയിന്റ്സിലാണ് വ്യക്തത വന്നിരിക്കുന്നത്. ഒന്നെന്താണ്? ഉടമ്പടിക്ക് ഒരു സ്വാഭാവികമായ ഒഴുക്കുണ്ട്, അതിനെ തടയരുത്, ഇല്ലേ? സ്വാഭാവിക ഒഴുക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഉടമ്പടി നമുക്ക് റിസ്ക് ഇല്ല, സീറോ റിസ്ക്കാണ്. എന്താ കാര്യം? അത് വൃത്തിയും മേനയുമായിട്ട് നമ്മൾ അവൻ പറയണ പോലെ ചെയ്ത് ജീവിച്ചാൽ അത് അത് അംഗീകരിക്കേണ്ടതും അതിന് ഉത്തരം നൽകേണ്ടതും ആരാണ്? ദൈവത്തിൻ്റെ ഒരു ആവശ്യമാണ് ഇവിടെ. കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മുടെ ആവശ്യം മാത്രമല്ല, അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന അടയാളങ്ങൾ ഉണ്ടാകണം. അടയാളങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? അടയാളം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള രീതിയിലുള്ള സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ഉണ്ടാകണം. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതവും പ്രാർത്ഥനാ ജീവിതവും രണ്ടും രണ്ടാണ്. നമ്മൾ ആധ്യാത്മിക ജീവിതത്തിന് പറയണത്, പ്രാർത്ഥനാ ജീവിതത്തിനാണ് നമ്മൾ ആധ്യാത്മിക ജീവിതം എന്ന് പറയണത്. പറഞ്ഞ മനസ്സിലായില്ലേ? പ്രാർത്ഥനാ ജീവിതം ആധ്യാത്മിക ജീവിതം ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് വ്യത്യാസമുണ്ട്. പ്രാർത്ഥനാ ജീവിതം മോശമാണെന്നല്ല പറഞ്ഞത്. സത്യസന്ധമായ ആധ്യാത്മിക ജീവിതം പ്രാർത്ഥനാ ജീവിതമാകണമെന്ന് നിർബന്ധമില്ല. എന്നുവെച്ചാൽ എല്ലാ പ്രാർത്ഥനാ ജീവിതവും ആധ്യാത്മിക ജീവിതമല്ല. അതറിയണമെന്നുണ്ടെങ്കിലേ നിങ്ങൾ 1 തിമോത്തി 4:8 എടുത്തേ. ശാരീരികമായ പരിശീലനം കൊണ്ട് ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പോൾ വാഗ്ദാനങ്ങളിലെ ഈ ആധ്യാത്മികതയിൽ 2 ഘടകങ്ങളുണ്ട്. ഒന്നെന്താണ്? ഈ ജീവിതത്തെ അത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ജീവിതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് തൂണുമേ സൈബന്മാരുണ്ടാക്കുന്ന പരിപാടിയില്ല. ഇപ്പം ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടുമാറിയിട്ട് ജീവിതത്തിൻ്റെ മുഴുവനും ആഗ്രഹങ്ങൾ ബലി ചെയ്തുകൊണ്ട് സമൂഹത്തിൽ തന്നെ സ്വയം ഡിപ്രൈവ്ഡായിട്ട്
വേറെ ഒരു ലോകത്ത് സ്വന്തം ഈശ്വരാനുഭവത്തിലേക്ക് പോകുന്ന അങ്ങനെ ഒരു സംഭവം ബൈബിളിലില്ല. ശാരീരികമായി ഇപ്പോൾ യോഗ പോലെയുള്ള ശാരീരികമായ അഭ്യാസങ്ങളും ആധ്യാത്മികമായിട്ട് ബൈബിൾ കാണുന്നില്ല. അതാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. ശാരീരികമായ പരിശീലനം ശാരീരികമായ പരിശീലനം അതൊക്കെ ഒരു ഫിസിക്കൽ എക്സർസൈസാണ്. ഇറ്റ്സ് ഓക്കെ. ഫിസിക്കൽ എക്സർസൈസും ആധ്യാത്മികതയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാ വിഷയം. ബൈബിൾ ആധ്യാത്മികതയാണ് ഞാൻ സംസാരിക്കുന്നത്. ഫിസിക്കൽ എക്സർസൈസ് അങ്ങനെ പലതരത്തിലുള്ള യോഗാസനങ്ങളുണ്ടാകും, അതുപോലെ. പക്ഷേ അതും ബൈബിളുമായിട്ട് ആധ്യാത്മികതയുമായിട്ട് ബന്ധമില്ല. ഒന്നിനു വായിച്ച ഭാഗം. ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. അതെ. എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അത് ഈ ജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും സംബന്ധിക്കുന്ന വാഗ്ദാനങ്ങൾ ഉൾക്കൊള്ളുന്നു. ഇതിനാണ് ഉടമ്പടി എന്ന് പറയുന്നത്. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? വാഗ്ദാനമല്ലേ. ഉടമ്പടിയുടെ ബേസ്മെൻറ്റ് എന്താണ്? വാഗ്ദാനമാണ്. ഉടമ്പടി എന്തിലാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഉടമ്പടിയുടെ ഓരോ വിഷയങ്ങൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8840 വാഗ്ദാനങ്ങളുണ്ട് ബൈബിളിൽ. 8855 വാഗ്ദാനങ്ങൾ ബൈബിളുണ്ടെന്ന് പറയുന്ന ബൈബിൾ പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ ഈ ദൈവം ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ജീവിതത്തെയും നിത്യജീവിതത്തെയും ബാധിക്കുന്ന നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്ന വാഗ്ദാനത്തിൻ്റെ രീതിയിലാണ് വാഗ്ദാനം. അപ്പോൾ ഈ വാക്കിൻ്റെ ഉള്ളിലാണ് ദൈവം ദാനം വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഉടമ്പടിയിലൂടെ നമ്മൾ എന്താ ചെയ്യണത്? ഈ വാക്കിൻ്റെ ഉള്ളിലിരിക്കുന്ന ദാനത്തെ പുൾ ഔട്ട് ചെയ്യാൻ. പ്രോമിത്തരെ ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എൻ്റെ പുറമിത്തരെ പ്രോമിസ് മീൻസ് അതിൻ്റെ മൂലം എന്താണ്? ലാറ്റിനാണ്. പ്രോമിസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ മൂലം, അതിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ ലത്തീൻ വാക്ക് പ്രൊമിത്തരയുടെ റൂട്ട് മീനിങ് ആണ് ടു പുൾ ഔട്ട്, വലിച്ചു പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ബലം ഉണ്ടാകണം. എന്ത് ബലമാണ്? ജിംനാസ്റ്റിക് ബലമല്ല, ആത്മീയ ബലമുണ്ടാകണം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് ശാസ്ത്രീയമായിട്ട് എന്താ ഉണ്ടാകേണ്ടത്? ആത്മീയ ബലമാണ് ഉണ്ടാകേണ്ടത്. ദൈവത്തിൻ്റെ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് പൗലോസ് പറയണത് ശാരീരിക കൊണ്ട് കുറച്ച് പ്രയോജനമൊക്കെ ഉണ്ടെന്ന്. ഒരു ഡിസിപ്ലിൻ കിട്ടുമായിരിക്കും, പക്ഷേ ലക്ഷ്യം സാധിക്കും. അത് മാർഗമല്ലേ? അതൊക്കെ മാർഗമാണല്ലോ. ലക്ഷ്യം എന്താണ്? ലക്ഷ്യം സാധിക്കുന്നത് എന്ത് വേണം? ആധ്യാത്മികത എല്ലാത്തിലും പ്രധാനപ്പെട്ടതാണ്. അതെന്താണ്? അത് ഈ ജീവിതത്തിൻ്റെയും വരാൻ പോകുന്ന ജീവിതത്തിൻ്റെയും വാഗ്ദാനങ്ങളെയാണ് അടിസ്ഥാനപ്പെടുത്തുന്നത്. വാഗ്ദാനം എത്രയാണ്? 8850 വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ 55 വാഗ്ദാനങ്ങൾ. അതിലെന്തെല്ലാം ഉണ്ട്? ഈ ജീവിതമുണ്ട്, പിന്നെ വരാനിരിക്കുന്ന ജീവിതമുണ്ട്. ഇപ്പോൾ ഈ വരാനിരിക്കുന്ന ജീവിതത്തെയാണ് ഉടമ്പടി കാർക്കശ്യമായിട്ട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന് പറഞ്ഞു. പ്രൊഫസർ ടോയ് തോമസ് ഇത് റീകോട്ട് ചെയ്യുന്നുണ്ട്. എന്താണ്? അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഉടമ്പടി എന്ന് പറയുന്നത് നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേ ആണെന്ന്. എന്താ കാര്യം? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചെല്ലുകയല്ല, പിന്നെ എന്താണ്? ചെയ്യുകയാണ്. ഇപ്പോൾ നിത്യത എന്ന് പറയുന്ന വിഷയത്തിൽ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റും ആയിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്. നിത്യത നമ്മൾ ചെല്ലുന്നതിലല്ല ഇരിക്കുന്നത്, പിന്നെ എന്തിലാണ്? ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:34. അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട്, ഈശോ വീണ്ടും വിജയശ്രീ ലാളിതനായി യുഗാന്ത്യത്തിലെ യുഗങ്ങളുടെ രാജാവായി എഴുന്നള്ളുന്നതിനെ കുറിച്ച് പറയുന്നതാണ്. കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ്? അനന്തരം രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്തു, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ. ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അല്ലാതെ വെള്ളം കോരി ഏതെങ്കിലും തൊടി മുങ്ങിയാൽ പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. അതെപ്പോഴും നമ്മൾ അറിയണം, വൃത്തിമേനയായിട്ട് ബൈബിൾ അറിയണം. അല്ലെങ്കിൽ അബദ്ധത്തിൽ പോയി ചാടും. ഏതെങ്കിലും വെള്ളത്തിൽ ഇപ്പോൾ പൊങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെടത്തില്ല. രക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അവസാന നിമിഷങ്ങളിൽ ആ രാജ്യം കൈവശമാക്കണം. ഇതെല്ലാം ബാക്കിയുള്ള എല്ലാ സംരംഭങ്ങളും ഒരു മാർഗ്ഗങ്ങളാണ്. ലക്ഷ്യം സാധിക്കണമെങ്കിൽ തന്നെ ലക്ഷ്യം സാധിച്ചൊന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടിയുള്ള അവസ്ഥ അതെന്ത് കള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും. നമ്മൾ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല, നമ്മൾ 10ാം ക്ലാസ് ചേർന്നിട്ടേ ഉള്ളൂ.
അപ്പോൾ തന്നെ 10ാം ക്ലാസ്സിന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കണേ രക്ഷിക്കപ്പെട്ടെന്ന് പറയും. അത് കള്ള സർട്ടിഫിക്കറ്റ് അല്ലേ അത്. അപ്പോൾ അത് അനന്തരൻ രാജാവ്, ഇതിനെക്കുറിച്ചൊക്കെ ബുദ്ധി ഉണ്ടാകണം, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാകണം. എന്താ ഒന്നിനു വായിച്ചേ? അനന്തരൻ രാജാവ് തന്റെ വലതുഭാഗത്തുള്ളവരോട് അരുൾ ചെയ്യും, എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. ഈ രാജ്യം അവകാശപ്പെടുത്തും. കർത്താവിന്റെ കൂടെ നിത്യതയോളം ജീവിക്കാനുള്ള വാഴുവിനുള്ള അവകാശം പ്രാപിച്ചു കഴിയുമ്പോഴാണ്, രാജ്യം അവകാശപ്പെടുമ്പോഴാണ് ഒരു ആത്മാവ് രക്ഷിക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞു അതാണ് സഭയുടെ നിലപാട്, സത്യസന്ധമായ നിലപാട്. അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്താ? ഇവിടെ അവസാനം ചോദിക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളാണ്, ചൊല്ലിയ കാര്യങ്ങളല്ല. ഉടമ്പടി വിജയിക്കുന്നത് അതാണ്. അവസാനം കർത്താവ് നമ്മളോട് ചോദിക്കണത് എന്താണ്? നമ്മൾ ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. എനിക്ക് വിശന്ന്, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു. ഇപ്പോൾ ആൾക്കാർ ഏറ്റവും വലിയ ഞങ്ങൾ കാരുണ്യപ്രവൃത്തി പറയുമ്പോൾ ഈ നഗ്നനെ ഉടുപ്പിക്കുന്ന പോലെ തന്നെയാണ് അറിവില്ലാത്തവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്നത്. ഇപ്പോൾ 2-3 സാക്ഷി ഞാൻ കേട്ടു. ഇന്നലെ ഒരു നോൺ ക്രിസ്ത്യനായിട്ടൊരു മോൾ പറഞ്ഞ്, ഞാൻ ചെയ്യുന്ന ഏറ്റവും നല്ല നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ കൊണ്ട് ഞാൻ ജർമ്മൻ പഠിപ്പിക്കും. എന്നിട്ട് ഞാൻ അവർക്ക് ട്യൂഷൻ എടുക്കും. ഞാൻ തന്നെ അവർക്ക് ട്യൂഷൻ എടുക്കും. അതാണ് അറിവില്ലാത്തവരെ പഠിപ്പിക്കുകയാണ് സംഭവം. ഇപ്പോൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും. അതായത് ഈ കാരുണ്യപ്രവർത്തികൾ 7 എന്നല്ല, 7 70,000 ഉണ്ട്. അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവൾ ചെയ്തു. ആരാണ്? ഈശോ പറഞ്ഞത് എന്താണ്? ഇപ്പം ചെയ്യാൻ പറ്റുന്നതെല്ലാമാണ് ഉടമ്പടി ചെയ്യേണ്ടത്. ഇപ്പം യൂദാസ് പറഞ്ഞില്ലേ, വൈ ദിസ് വേസ്റ്റ് എന്ന് ചോദിച്ചില്ലേ? കർത്താവിൻ്റെ പദാന്തികത്തിൽ ബെഥനിയിലെ മറിയം സുഗന്ധം പൂശിയപ്പോൾ എന്താ പറഞ്ഞത്? വൈ ദിസ് വേസ്റ്റ്? എന്തിനാണ് ഈ ഇങ്ങനെ വേസ്റ്റ് ആക്കണ പണം? പാവത്തിന് കൊടുക്കാൻ പാടില്ല എന്ന് ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ഉത്തരവ് എന്താണ്? അവൾക്ക് ചെയ്യാൻ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 14:8 ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. അപ്പൊ ഈശോ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് 7 കാരുണ്യ പ്രവൃത്തികളല്ല. എന്താണ്? ഓരോരുത്തർക്കും ഇവിടെ 700 കോടി മനുഷ്യരുണ്ടെങ്കിൽ 700 കോടി മനുഷ്യർക്കുള്ള 700 കോടി സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ആ മാളെന്ത് ചെയ്യുന്നതിനെ പറഞ്ഞ അശ്വതി എന്താ പറഞ്ഞത്? എനിക്ക് ജർമ്മൻ പഠിപ്പിക്കുന്നതാണ് എൻ്റെ ഒരു സാധ്യത. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിച്ചിരുത്തിയിട്ട് അവർക്ക് ജർമ്മൻ B1 പഠിപ്പിച്ചു കൊടുക്കും. നമ്മൾ B2 പാസ്സായതാണ്. അപ്പോൾ അതുകൊണ്ട് B1 പഠിപ്പിച്ചു കൊടുക്കും. ഉടമ്പടിയിൽ എന്തുമാത്രം നന്മ പ്രവർത്തികളാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ജുബിൻ എന്നും പറഞ്ഞ ഒരു സാക്ഷിയുണ്ട്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. 4 സപ്ലി ഉണ്ടായിരുന്നു കക്ഷിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് 7 സപ്ലി ആയിട്ട് കൂടി. അപ്പോൾ ജുബിൻ പറഞ്ഞേ അത് ഞാൻ മൈൻഡ് ചെയ്യില്ല. എന്താണ്? ഇപ്പം മാതാവിൻ്റെ കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഒരാളിനുണ്ടാണ് ചിലപ്പോൾ ഫസ്റ്റിൽ വണ്ടി ഒന്ന് അല്പം പുറകോട്ട് പോകും. മനസ്സിലായില്ലേ? എപ്പോഴും ശ്രദ്ധിച്ചേക്കണം. പക്ഷേ അത് നല്ല ജ്ഞാനമുള്ളത് കാരണം ഇവന് നല്ലൊരു ജ്ഞാനമുണ്ട്. അവൻ്റെ പഠിപ്പിനത്തെ ജ്ഞാനമുണ്ട്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അമ്മ ഉണ്ടല്ലോ കൂടെ. ഇപ്പോൾ സപ്ലി കൂടിയേ 3 സപ്ലി കൂടി. പരീക്ഷയുടെ അരിയർ വന്ന് കൊടിശിക വന്ന് തോറ്റു. 7 നേരത്തെ 4 തോറ്റുള്ളൂ, ഇപ്പോൾ 7 തോറ്റു. പക്ഷെ അതുകൊണ്ട് അവന് പ്രശ്നമില്ല. പല ആൾക്കാർക്കും പ്രശ്നം ഇതാണ്, അയ്യോ ഞാൻ ഉടമ്പടി എടുത്തല്ലോ എന്നിട്ടിപ്പോൾ മുമ്പത്തൊക്കെ കടമായല്ല, മുമ്പത്തൊക്കെ പ്രശ്നമായല്ല എന്നല്ല. അങ്ങനെയല്ല. ഉടമ്പടി എടുത്തപ്പോൾ എന്താ ഉള്ളത്? അവൻ പറഞ്ഞ കറക്റ്റാണ് കാര്യം. ഇപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ ഒന്ന്. അപ്പം ദൈവം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയുടെ ബേസിക്കായിട്ടുള്ള സംഭവം എന്താണ്? പ്രസൻസ് തന്നെയാണ്. ഒരു സംശയമില്ല. ഉടമ്പടിയുടെ ബേസിക്ക് ഇത് നമ്മൾ ഒറ്റയില്ല. കാര്യം മനുഷ്യൻ്റെ വിഷയം ആദ്യകാലം പോലെ അങ്ങനെയല്ലേ? ആദ്യകാലം പോലെ ഇപ്പം പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം എന്താ പറയണത്? മനുഷ്യന് ഏകനായിരിക്കണത് അതൊരു നല്ല കാര്യമല്ലേ? കാര്യം ചിലപ്പോൾ അവന് നിരാശ കൊണ്ട് തന്നെ ചിലപ്പോൾ ആത്മഹത്യ ചെയ്ത് വരും. കാര്യം മനുഷ്യൻ്റെ ഒരു വിഷയം മനുഷ്യൻ്റെ ഒരു ക്രീച്ചർ ലെവലിൽ അങ്ങനെ ഏകസ്ഥമായിട്ട് അങ്ങനെ തുടരാൻ പാടാണ്. അതിനെന്ത് ചെയ്യും? അതിന് മനുഷ്യൻ 2 കാര്യം ചെയ്യും. ചില ആൾക്കാർ ചേർന്ന ഇണയെ മനുഷ്യമായിട്ട് തന്നെ കണ്ടെത്തും. ഭൂരിപക്ഷം പേര് അങ്ങനെ ചെയ്യും. ഞങ്ങളെപ്പോഴുള്ളവർ ദൈവസേവ ശുശ്രൂഷയായിട്ട് ദൈവസാന്നിധ്യം കണ്ടെത്തും. പക്ഷെ നിങ്ങൾക്കറിയാം ഞങ്ങളെ ജയിക്കണ പാടിൽ നിങ്ങൾ ചിലപ്പോൾ തോറ്റു പോകണമെന്നല്ല ഞാൻ പറയണത്. അതായത് നിങ്ങളെ ഒരു ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചോ,
ഈ ഇണയെ തിരഞ്ഞെടുത്തെന്ന് വിചാരിച്ചാലും ശരി, ഇണ ഉണ്ടെങ്കിലും ചില സമയത്ത് ഇണയില്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. ദൈവികതയിൽ അതില്ല. ഒരിക്കൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ എന്നും കുന്നും നമുക്ക് ബോധം ഉണ്ടെങ്കിൽ, നമുക്കിതിനെക്കുറിച്ച് സത്യസന്ധമായിട്ടാണ് നമ്മൾ ജീവിതം കമ്മിറ്റ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ സാന്നിധ്യത്തിന് ഗ്യാരണ്ടീഡാണ്. പക്ഷേ വിവാഹത്തിലുള്ള സാന്നിധ്യം ഗ്യാരണ്ടീഡ് അല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് നല്ല ശരിക്കും റിസ്ക് ഇല്ലെങ്കിൽ വിവാഹ ജീവിതം ആധ്യാത്മിക ജീവിതത്തെക്കാൾ പാടായിട്ട് വരും. ഇപ്പോൾ ഇന്നലെ ഒരു ചേച്ചി എന്നോട് പറഞ്ഞ്, അച്ഛാ എൻ്റെ ജീവിത പങ്കാളി മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്, അവിശ്വസ്തതയാണെന്ന് പറഞ്ഞു. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ജീവിത പങ്കാളി കല്യാണം കഴിച്ചതാണ്, അപ്പോൾ എന്നാലും ആ ചേട്ടൻ മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞ്, ചേച്ചിക്ക് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 43. ഞാൻ പറഞ്ഞു കണ്ടാൽ 63 തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അതെന്താ കാര്യം? എന്താ അങ്ങനെ പറഞ്ഞത്? ശരിയാണ്. ഞാൻ പോയി ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പോയി ഡൈയെങ്കിലും ചെയ്യാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ അവരൊരു അമ്മാമ്മ പരുവത്തിലിരിക്കുകയും അവർക്ക് അതിൻ്റെ ആവശ്യമില്ലേ, മര്യാദയ്ക്ക് ജീവിക്കാവേ. നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? നമ്മുടെ പുരുഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീ മറ്റൊരു ജീവിത പങ്കാളി തേറി പോകുന്നത് എന്തുകൊണ്ടാണ്? പോകാതിരിക്കാനുള്ള പ്രാഥമിക നടപടി ആരാ ചെയ്യേണ്ടത്? നമ്മളാ ചെയ്യേണ്ടത്. നിങ്ങളുടെ വീടിൻ്റെ വാതിക്ക് താക്കോൽ പോയിട്ട് കൃപാസന വാതിക്കോ നോക്കിയാൽ താക്കോൽ കിട്ടുക. അതാണ് പ്രശ്നം. നിങ്ങൾ ചെയ്യാനുള്ള സംഭവം. ഞാൻ ഇവിടെ ചേച്ചിയോട് പെച്ചം നടത്തി പറഞ്ഞ്, എൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാവില്ല. അപ്പോൾ അവിടെ തന്നെ കാര്യങ്ങൾ പറയും. ദൈവികമായ കാര്യങ്ങളാണെങ്കിൽ ദൈവികമായിട്ട് സംസാരിക്കും, മാനുഷികമായ കാര്യങ്ങളാണെങ്കിൽ മാനുഷികമായിട്ട് സംസാരിക്കും. ഇപ്പോൾ പണ്ട് ഞങ്ങൾ അപ്പോൾ ഉടനെ ചേച്ചി കാര്യം മനസ്സിലായി. നിങ്ങൾ ചില ചേച്ചിമാരുടെ ഒരു പ്രശ്നത്തിൽ വന്നത്, ഇനിയിപ്പോൾ എന്നാ നോക്കാനാണ്, കെട്ടി കഴിഞ്ഞത് പറയുകയും ചെയ്ത്, ഇനിയിപ്പോൾ ആരാ ബോധിപ്പിക്കാനാണ്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കെട്ടാൻ പോണവനെ ബോധിപ്പിക്കാൻ പോകുകയല്ല ഞാൻ. പക്ഷേ ഇനിയാണ് ബോധിപ്പിക്കൽ കൂടുതൽ വേണ്ടി വരുന്നത്. വിവാഹ ജീവിതത്തിലുള്ള റിസ്ക് അതാണ്. ഈ കെട്ടിയവളെയും കെട്ടിയവനെയും മരണം വരെ ബോധിപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് വൃത്തിമനോട് ജീവിക്കണം, ബോഡി കറക്റ്റ് ചെയ്ത് ജീവിക്കണം. അതുപോലെ തന്നെ ഈ വിവാഹ ബന്ധത്തിൽ തന്നെ ശാരീരിക ബന്ധമുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ അതാണ്. ലക്ഷ്യങ്ങളിൽ ഒന്ന് അതാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡി കറക്റ്റായി ജീവിക്കുക, അത് ഭംഗിയായിട്ടിരിക്കുക, ഷെയ്പ്പായിട്ടിരിക്കുക, ഇതൊക്കെയെല്ലാം ദൈവം നമുക്ക് തന്ന വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏറ്റെടുത്തിട്ട് കടമയുടെ ഭാഗമാണ്. ഞാൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ആദ്യം നമ്മൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ടാണ് ദൈവദരിസനത്തിനെതിരെ വിഷയം അവലാദ്യമായിട്ട് വെക്കേണ്ടത്. നമ്മൾ ചെയ്യേണ്ടതിനെ കൊന്ന് നമ്മൾ ജീവിതത്തിൽ ഇനിയിപ്പോൾ 2 പിള്ളേരായിപ്പോയി, ഇപ്പം എന്നാ നോക്കാനാ, ആരെ ബോധിപ്പിക്കാനാണെന്ന്. ജീവിതകാലം മൊത്തം ബോധിപ്പിക്കലല്ലേ? ബോധിപ്പിക്കാതെ എങ്ങനെ ജീവിക്കും? പഞ്ചായത്തുകാരെ ബോധിപ്പിക്കാതെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുമോ? നിങ്ങളൊന്ന് വീടിൻ്റെ ഒരു ഇറക്കം എടുത്തു നോക്കിയേ. പഞ്ചായത്തുകാർ അപ്പോൾ ഒന്നും പറയും ബോധിപ്പിക്കാൻ ജീവിക്കാം. പച്ച വെള്ളം വേണമെന്നുണ്ടെങ്കിൽ വാട്ടർ അതോറിറ്റിയെ ബോധിപ്പിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാം ബോധിപ്പിച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ മനുഷ്യനെയും ദൈവത്തെയും ബോധിപ്പിച്ച് മാത്രമേ ഈ പച്ചയായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെ ഓവർടേക്ക് ചെയ്തിട്ട് കാര്യമില്ല. അതിനെ ഫേസ് ചെയ്യാണ് വേണ്ടത് ബുദ്ധിപൂർവമായിട്ട്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ